അസ്സലാമലൈക്കും ദിയസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. ഇക്കും ബാബി ഉണ്ടായിരുന്നു, അനിയനും വൈഫും അനിയത്തിയും അവളെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഇക്കും കുട്ടീസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നില്ല. ഉമ്മാക്ക് കാല് കടച്ചിൽ ഉരവേദനയൊക്കെ ആയതുകൊണ്ട് ഇത്ര ലോങ് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവരുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. എല്ലാവരും പലതും ആയിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അനിയൻ പൂരി, ചിലവരൊക്കെ മസാല ദോശയൊക്കെയാണ് കേട്ടോ. അവൻ തൊപ്പിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ദോശ അടിച്ചു പൊട്ടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കരിന്തണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു മൂപ്പൻ്റെ പ്രതിമയാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞേതാവ് എന്നറിയപ്പെടുന്നതാണ് കേട്ടോ ഈ മൂപ്പന്. ബ്രിട്ടീഷുകാർ ഈ മൂപ്പനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചങ്ങലക്കുള്ളിൽ ഈ മൂപ്പൻ്റെ ആത്മാവ് ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ പോയത് നേരെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. വൈത്തിരി പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. 10 മണിക്കാണ് കേട്ടോ ഈ പാർക്ക് ഓപ്പൺ ആക്കുക. ഞങ്ങൾ ഒരു 3/4 മണിക്കൂറോളം നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും അതേപോലെ പാട്ടൊക്കെ വെച്ചിട്ട് DJ ഒക്കെ വെച്ച് നല്ല കളിയായിരുന്നു കേട്ടോ. കുട്ടീസൊക്കെ ഭയങ്കര കളിയായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമ്മുടെ നാട്ടിലത്തെ അത്ര വെയിലിൻ്റെ ഒരു ചൂടില്ല, എന്നാൽ അങ്ങനെ തണുപ്പില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം പുറത്ത് നിന്നിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ആ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അനിയനുള്ളതുകൊണ്ട് കുറേ ബോറടി അങ്ങനെ മാറും. അവൻ പാട്ടൊക്കെ വെച്ച് കുട്ടികളിലൊക്കെ ഭയങ്കര ചില്ലാക്കി ഇരിക്കുകയായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് അവൻ കുട്ടികളുടെ കൂടെ തന്നെ ഇങ്ങനെ കളിക്കൊക്കെ ചെയ്യുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞാറ്റനെ മുതുകത്ത് കയറ്റിയിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. കുഞ്ഞാറ്റയുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അവൾക്ക് ഒട്ടും തന്നെ പേടി ഉണ്ടായിരുന്നില്ല. ധൈര്യം കുറച്ച് കൂടി പോയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്നും മതി മതി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ കളിയൊക്കെ കാണുമ്പോൾ കുട്ടീസിനും ഹരം കൂടി. അവരും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഓരോരോ പാട്ടിനനുസരിച്ചിട്ട് എല്ലാവരും ഓരോ സ്റ്റെപ്പ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇരമോൾ കണ്ണാടൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് അവിടെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഓപ്പൺ ആയി ഇനി അകത്ത് കയറാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതിനകത്തേക്ക് പോയി. ഇനി അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കാണാം. കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഇതേപോലെ ചെറിയ കൂട്ടിനകത്ത് പല തരം സംഭവങ്ങൾ കണ്ടിട്ടോ. അത് ചെറിയ ചെറിയ എലികളാണ്, പല കളറിലുള്ള എലികളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ വൈറ്റ് കളറിലുള്ള മുള്ളൻപന്നി ഉണ്ടായിരുന്നു, വൈറ്റ് കളറിലുള്ള പാമ്പ്, പിന്നെ മലമ്പാമ്പിൻ്റെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ മലയണ്ണാനോ പറക്കണണ്ണാനോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്തോ വലിയൊരു ഓന്ത് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അതിനെ അനിയൻ്റെ വൈഫ് എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം കേട്ടോ ഇതേപോലെ വെക്കണം എന്നുള്ളത്. ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവൾക്ക് ഇതൊക്കെ ഭയങ്കര ധൈര്യമാണ്. ഇവൾ കുറേ ടൂറൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി അനിയത്തിയുടെ ഹസ്ബൻഡ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം കേട്ടോ ഇതേപോലൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അത്ര ധൈര്യമില്ല, എന്നാൽ കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ഞാനും ഇങ്ങനെ വെച്ച് നോക്കി. ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഒരു തണവ് തോന്നിയിരുന്നു. ഭയങ്കര വെയിറ്റുണ്ട് തണവുണ്ട്. അത് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഞാൻ താഴത്തിടാൻ വേണ്ടി നോക്കുമ്പോൾ അവർ പറഞ്ഞു അത് താഴത്തിടരുത്, പേടിയുണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ഒരു മുഖഭാവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. നല്ല ധൈര്യത്തോട് കൂടിയിട്ട് ഞാനിതാ കയ്യിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അനിയനും അവൻ വെച്ചയക്കാൻ വേഗം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അതിലേക്കും വലിയ പേടിയുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്. എല്ലാവരും കഴുത്തിയിടുമ്പോൾ എനിക്ക് ഇതൊന്ന് കഴുത്തിലിടണം എന്നൊരാഗ്രഹം. അപ്പോൾ എന്തായാലും പേടിയോണ്ട് ആഗ്രഹങ്ങൾ മാറ്റി വെക്കണ്ടെന്ന് കരുതി അതൊന്ന് കഴുത്തിലിട്ടു. അതിങ്ങനെ അഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ വേഗം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതും അതട്ടോ കഴുത്തിലിട്ടപ്പോൾ ഭയങ്കര തണവാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇക്കതാ പിന്നെ എന്തോ മുള്ളൻപന്നിയാണെന്ന് തോന്നുന്നു. ഇതെന്തോ പറക്കുന്ന അണ്ണാന് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കയ്യിലൊക്കെ എടുത്തിട്ട് വീഡിയോസൊക്കെ എടുത്തിരുന്നു. കുട്ടീസിനൊന്നും ആർക്കും ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ തൊട്ട് നോക്കുക, അതിനെ പീച്ചാൻ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര പേടി ഉണ്ടായിരുന്നില്ല ആർക്കും. പിന്നെ പല തരം കിളികളായിരുന്നു കേട്ടോ. പല നിറത്തിലുള്ള നല്ല നല്ല കിളികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരിതാ കയ്യിലൊക്കെ വന്നിരുന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ചുവപ്പ് കിളി മാത്രം കയ്യിൻ്റെ മുകളിൽ വന്ന് നല്ല കടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് അറിയില്ല, അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല കേട്ടോ. ഇതൊരു പറക്കുന്ന സംഭവമാണ്, അണ്ണാനാണെന്ന് തോന്നുന്നു.
പിന്നെ പല തരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു. കാലിൻ്റെ മുകളിലൊക്കെ നിറച്ച് രോമങ്ങളൊക്കെ ആയിട്ട് ഈ ബൂട്ടിട്ട പോലെയല്ല, അതേപോലത്തെ കോഴികളാണ് കേട്ടോ. പല വലിപ്പത്തിലുള്ള പല കളേഴ്സിലുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കോഴികളൊക്കെ കാണാൻ. പിന്നെ ഇതാ താറാവ് ഇതാ ഒരു ഭാഗത്ത് കുറേ മുടയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതാ ഇങ്ങനെയുള്ളൊരു കോഴിയുടെ രൂപത്തിലുള്ള ഇങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കയ്യിൽ ഫുഡ് വെച്ചപ്പോൾ മീനൊക്കെ വന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി വരികയാണ്. പക്ഷെ ഞാൻ കൈ വേഗം എടുത്തിട്ടോ. എൻ്റെ കയ്യിൽ വന്ന് ഇങ്ങനെ തട്ടിയപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് കിക്കിലി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കൈ എടുത്തു. ഞാൻ കൂടി കൂട്ടത്തിൽ ഇങ്ങനെ ഓടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒട്ടകവും കുതിരയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതാ ഷെയ്മോന് പുല്ല് കൊടുക്കുകയാണ്. ഇൻഷു ഇതാ കുതിരക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഇൻഷുവിന് പേടിയായി. അപ്പോൾ അവൾ വേഗം തിരിഞ്ഞിട്ടോ. പിന്നെ എമുണ്ടായിരുന്നു. ഇതെന്ത് ഇതിൽപ്പെട്ട ആടാന്ന് എനിക്കറിയില്ല. കൊമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പോസ് ചെയ്ത് നിന്നു. പിന്നെ കഴുത ഉണ്ടായിരുന്നു, ഒട്ടകപക്ഷി. ഇതിങ്ങനെ വന്നിട്ട് ഒരൊറ്റ പൊന്തൽ തല. ഞാൻ സത്യം പറയുകയാണെങ്കിൽ പേടിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടിയിട്ട് ഇങ്ങനൊരു സംഭവത്തിൽ കയറിയിരുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ തല ഭയങ്കരമായിട്ട് കറങ്ങും കേട്ടോ. അനിയനും കാക്കിയും കൂടിയിട്ട് ഞങ്ങളെ രണ്ടാളിങ്ങനെ ഉരുട്ടി വിടുമായിരുന്നു. ലാസ്റ്റ് നിർത്താൻ പറഞ്ഞിട്ട് ചീറിയിട്ട് ഞങ്ങൾ നിർത്തി, അതിൽ നിന്ന് ഇറങ്ങി ഗൈസ്. എനിക്ക് ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കയറി കഴിഞ്ഞാൽ ഞാൻ ഇതേമാതിരി ചീറിക്കൊണ്ടിരിക്കും. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ കുട്ടീസിന് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കറങ്ങുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു. അവർ കുറച്ച് നേരം അതിലൊക്കെ ഇരുന്ന് കളിച്ചവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ കുട്ടി ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നിരങ്ങി കളിക്കണ സംഭവമാണ് കേട്ടോ. ഇതിലിൻ്റെ മോൾക്ക് കയറിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവൾക്ക് വീണ്ടും വീണ്ടും അതിൽ കയറാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് രണ്ടാളുകൾ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ രണ്ടെണ്ണത്തിനെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ച ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. കുറച്ച് ആളുകൾ മന്തി, ഫ്രൈഡ് റൈസ്, ചിക്കൻ സൂപ്പ് ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. എനിക്ക് ആ റെസ്റ്റോറൻറ്റിലത്തെ മന്തി ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് പോണത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ തേയിലത്തോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ റിസോർട്ടിലേക്കുള്ള വഴി എത്തിയിട്ടുണ്ട്. കുറച്ച് ഉള്ളേരിയയാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന റിസോർട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ. രാവിലെ പാർക്കിൽ പോയ സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഉച്ച സമയമായപ്പോഴത്തേന് ആ വെയിലൊക്കെ പോയിട്ട് നല്ലൊരു മൂടി കെട്ടിയ പോലത്തെ ഒരു കാലാപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള വന്ന പാടനെ ഫ്രഷാക്കി കൊടുത്തിട്ട് അവൾ ഉറക്കി കൊടുത്തു. അവൾക്ക് നല്ല ഉറക്കം വന്നിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇവിടുന്ന് നിങ്ങളെ ഈ ഒരു കാഴ്ചകൾ. മുകളിലുള്ള വീഡിയോ പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയപ്പോഴാണ് കേട്ടോ ഒരു നല്ലൊരു രസമുള്ള ഒരു നായക്കുട്ടി. അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എൻ്റെ നേർക്ക് ഓടി വന്ന് ഞാൻ വേഗം അകത്ത് കയറി വാതിലടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നായക്കുട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതലായിട്ട് ഭംഗി തോന്നിയത് കോടമഞ്ഞ് എന്നൊക്കെ പറയില്ലേ വെളുപ്പിന്, അപ്പോഴാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ പൂള് കണ്ടപ്പോൾ എല്ലാവരും അതിൽ ഇറങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് രണ്ടാൾക്കും നീന്താൻ അറിയില്ല കേട്ടോ. പറച്ചിൽ കേട്ടാൽ ശരിക്കും എനിക്കറിയാമെന്ന്, എനിക്കും ഒട്ടും അറിയില്ല കേട്ടോ. അപ്പോൾ മക്കൾ മുങ്ങി പോകണ്ടെന്ന് കരുതിയിട്ട് അനിയൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ കുപ്പി വെച്ചിട്ടൊരു സംഭവം. അങ്ങനെ അവരൊക്കെ കളിക്കണത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ കയറിപ്പോയപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയപ്പോഴാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം തണുവ് വന്നു തുടങ്ങിയത്. പകൽ സമയത്ത് അത്ര തണുവ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷുമോൾ ഉച്ച സമയത്ത് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എത്ര ഫുഡ് കൊടുത്തിട്ട് അവൾ കഴിച്ചില്ല. അപ്പോൾ ഞാനൊരു പഴം കയ്യിൽ കൊടുത്തതാണ്. അപ്പോൾ ആ പഴം വെച്ചിട്ടുള്ള ഡാൻസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. വല്ലപ്പോഴൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണം. വെളുപ്പിനെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. കോടമഞ്ഞ് ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു വെളുപ്പിനെയുള്ള ഈ ഒരു കാഴ്ചകൾ. ശരിക്കും ഈ പുഴ ആകാശമൊക്കെ ഒന്നായ പോലെ തോന്നും. അവിടെ ഒരു പുഴ അങ്ങനെ ഉണ്ട് എന്നുള്ളത് തോന്നുകയില്ല. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഇതാ കുറേശ്ശെ വെളിച്ചമൊക്കെ വെച്ച് തുടങ്ങി. റിസോർട്ടിലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയത് അടുത്ത പാർട്ടായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.